ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. സെന്റ് തോമസ് എന്ന് പറയപ്പെടുന്ന ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഗ കേരളത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് വളരെയേറെ വിവാദങ്ങൾ നിറഞ്ഞ ഒരു വിഷയമായിട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സത്യമെന്താണ്? ഞാൻ തോമാസ് ലീഗ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ തോമാസ് ലീഗ വന്നു, 32 ബ്രാഹ്മണ കുടുംബങ്ങളെ പിന്നെ മാമോദിസ നൽകിയവരെ ക്രിസ്തുമതത്തിൽ ചേർത്തു എന്നൊക്കെയാണ് നമ്മുടെ ഐതിഹ്യങ്ങൾ. ക്രിസ്ത്യൻ പാരമ്പര്യ സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞു പരത്തിയിരിക്കുന്ന ഒരു കൾട്ട്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിന്ന് ടീച്ചിങ് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു തോമാസ് ലീഗ എങ്കിൽ ഇവിടെ വന്ന് തീർച്ചയായിട്ടും പിന്നെ വരേണ്യവർഗത്തിന് സുവിശേഷം പകർന്നു കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം യേശുക്രിസ്തു തൻ്റെ സുവിശേഷ വേല ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ ലക്ഷ്യം എന്താണെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അന്തർക്ക് കാഴ്ച, വിദഗ്ധർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, ഇതൊക്കെയാണ് തൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെന്ന് സുവിശേഷ വേല തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ യേശുക്രിസ്തു ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചിങ്ങിനെയാണ് ശിഷ്യന്മാർക്ക് എല്ലായ്പ്പോഴും യേശുക്രിസ്തു കൊടുത്തിട്ടുള്ളത്. യേശുക്രിസ്തു കൊടുത്തിരിക്കുന്നത് ദരിദ്രർ എന്നൊരു കൺസെപ്റ്റാണ്. അവിടെ ഈ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ദാരിദ്ര്യം പറയുന്നുണ്ട്. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലായ്മ, അതുപോലെ തന്നെ അറിവില്ലായ്മ, അങ്ങനെയൊക്കെ ഉള്ളതിനാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭൗതികമായ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ 2 ദരിദ്രരെയും യേശുക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ തൻ്റെ പിന്നാലെ വരാനായിട്ട് വരേണ്യവർഗത്തിലെ ഒരാളെ പോലും യേശുക്രിസ്തു അനുവദിക്കുന്നില്ല എന്നുള്ളതൊരു നമ്മൾ മനസ്സിലാക്കണം. കാരണം ധനവാനായ ഒരു യുവാവ് പിന്നെ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ച് വരികയാണെങ്കിൽ നിന്നെ സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ വളരെ വ്യത്യാസമെന്ന നിക്കോദെമോസ് എന്ന് പറയപ്പെടുന്ന നിയമജ്ഞൻ യേശുവിനെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴും യേശു നിരുത്സാഹപ്പെടുത്തുക, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവനെയും പറഞ്ഞയക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ്, യേശുക്രിസ്തു പറഞ്ഞത് സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പറയാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവിടെ താഴ്ന്ന ജാതിയെന്നോ മുന്ത ജാതിയെന്നോ ഒന്നുമില്ല, എല്ലാ ജാതികളോടും സുവിശേഷം പറയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് യേശു കൊടുത്തത് ദരിദ്ര, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരോടൊക്കെ സുവിശേഷം പറയാനാണ് പറഞ്ഞത്. പക്ഷേ തോമസ് ഇവിടെ വന്ന് പറഞ്ഞത് ആരോടാണ്? വരേണ്യവർഗത്തോട്.